ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചാ വിവാദങ്ങളിൽ ഉൾപ്പെട്ട് പ്രതിക്കൂട്ടിലായ മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റെ വിയോഗം ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 61 വയസ്സുകാരനായ അദ്ദേഹം കൊച്ചി അമൃത ആശുപത്രിയിൽ ക്യാൻസർ രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്തരിച്ചത്. കേസിൽപ്പെടുന്നതുവരെ അതീവ ആരോഗ്യവാനായിരുന്ന ഇദ്ദേഹത്തെ ജയിൽവാസത്തിന് ശേഷമാണ് മാരകമായ രോഗം വിഴുങ്ങിയത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും പതിപ്പിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ മുരാരി ബാബു 90 ദിവസത്തോളം ജയിലിലായിരുന്നു. നിശ്ചിത സമയത്തിനകം അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാതിരുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. എന്നാൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ ഇദ്ദേഹത്തെ കഠിനമായി വേട്ടയാടാൻ തുടങ്ങി. ആദ്യമെല്ലാം വെറും ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് കരുതി അവഗണിച്ചെങ്കിലും പിന്നീട് ശരീരം അതിവേഗം മെലിഞ്ഞുണങ്ങാൻ തുടങ്ങുകയായിരുന്നു. ജാമ്യവ്യവസ്ഥകളുടെ ഭാഗമായി കൃത്യമായ ഇടവേളകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി ഇദ്ദേഹം ഒപ്പിടുമായിരുന്നു. ഓരോ തവണ സ്റ്റേഷനിൽ വരുമ്പോഴും ശാരീരികമായി കോലം കെട്ടുപോകുന്ന മുരാരി ബാബുവിനോട് പോലീസുകാർ തന്നെ കാര്യങ്ങൾ തിരക്കിയിരുന്നു. അപ്പോഴെല്ലാം ദഹനക്കേടിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞുമാറിയ ഇദ്ദേഹം ഒടുവിലത്തെ തവണ ഒപ്പിടാനെത്തിയപ്പോൾ നടത്തിയ വെളിപ്പെടുത്തൽ കേട്ട് സ്റ്റേഷനിലുള്ളവർ ഒന്നടങ്കം ഞെട്ടിപ്പോയി. തനിക്ക് അർബുദമാണെന്നും രോഗം അതിന്റെ അവസാന ഘട്ടമായ 4ാം സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞുമെന്നുമായിരുന്നു വിറയാർന്ന ശബ്ദത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. എല്ലാം അയ്യപ്പൻ നേരിട്ട് നൽകിയ ശിക്ഷയാണെന്നും താനൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും വികാരധീനനായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്ന് മടങ്ങിയത്. സ്വർണ്ണക്കൊള്ളിയിലെ മുഖ്യ സൂത്രധാരൻ വിടവാങ്ങിയെങ്കിലും കേസിലെ കുറ്റപത്ര സമർപ്പണം അവസാന ഘട്ടത്തിലായതിനാൽ പ്രതിയുടെ വിയോഗം തുടർന്നുള്ള നിയമ നടപടികളെ ഒട്ടും ബാധിക്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. മുരാരി ബാബു കാലുകുത്തിയ ദേവസ്വം കേന്ദ്രങ്ങളിലെല്ലാം വൻ അഴിമതികളും ഒട്ടനവധി ദുരൂഹതകളും നിഴലിച്ചിരുന്നു. വൈക്കത്തും തിരുനക്കരയിലും ഉത്സവങ്ങൾക്ക് ആനകളെ കരാറെടുത്തതിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി ദേവസ്വം വിജിലൻസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണ രുദ്രാക്ഷമാല കാണായതിന് പിന്നിലും തിരുവാഭരണം സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിൽ നിന്ന് 6 വിലപിടിപ്പുള്ള ഉരുപ്പടികൾ അപ്രത്യക്ഷമായി 16 ദിവസത്തിനു ശേഷം തിരികെ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നിലും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അഴിമതി കേസുകളിൽ പ്രതികളായവരെ ശബരിമലയിലെ പ്രധാന തസ്തികകളിൽ നിയമിക്കരുതെന്ന ഉന്നത കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് രാഷ്ട്രീയ സമുദായ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് മുരാരി ബാബു ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവി കൈക്കലാക്കിയത്. പെരുന്നയിലെ NSS കരയോഗത്തിന്റെ ഭാരവാഹിയായിരുന്ന ഇദ്ദേഹം പ്രമുഖ സമുദായ നേതാക്കളുടെയും ഭരിക്കുന്ന മുന്നണിയിലെ CITU സംഘടനകളുടെയും ഒത്താശയോടെയാണ് ദേവസ്വം ബോർഡിനെ പോലും വിരൽത്തുമ്പിൽ നിർത്തിയിരുന്നത്. 2019 ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കവർന്ന കേസിൽ സസ്പെൻഷനിലായ ഇദ്ദേഹം സ്വർണത്തിന് പകരം ചെമ്പുപാളിയാണ് രേഖകളിൽ തിരുത്തൽ വരുത്തിയത് തന്ത്രിയുടെ കത്തിന്റെ മറവിലാണെന്നായിരുന്നു അന്ന് മൊഴി നൽകിയത്. ഒടുവിൽ 2024 ഒക്ടോബറിലും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ബോർഡ് അറിയാതെ സ്വകാര്യ കമ്പനിക്ക് കത്തയച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾക്ക് വഴിവിട്ട സഹായം നൽകാനും മുരാരി ബാബു ശ്രമിച്ചിരുന്നു. ഈ കേസിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം കടുപ്പിച്ചതോടെയാണ് ഇദ്ദേഹത്തിന്റെ പതനം പൂർണ്ണമായത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ ക്ഷേത്രക്കൊള്ളകളുടെയും അഴിമതികളുടെയും അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ് മുഖ്യപ്രതിയുടെ അപ്രതീക്ഷിത വിയോഗം ഉണ്ടായിരിക്കുന്നത്.